അടുക്കളയിൽ ജോലി ചെയ്യുന്ന നന്ദന, അവിടെ എത്തുന്ന പ്രതിഭയും മുത്തശ്ശിയും. രണ്ടാമക്കും കിട്ടിയ ഭാര്യമാര് കൊള്ളാം. മൂത്ത മരുമോള് ഇതിലും മുറ്റ. വഴി ചാണം കിടക്കുന്ന കണ്ട ഒന്ന് ചവിട്ടിയേ പോകൂ രാധിക. വിദ്യാഭാരതി നന്ദനയുടെ അടുത്തെത്തുന്നു. ആരെങ്കിലും വെച്ച് നീട്ടുന്നതൊന്നും ഞാൻ വാങ്ങാറില്ല. അങ്ങനെ ശീലിച്ചിട്ടുമില്ല. എനിക്ക് പണം തരാനും സഹായിക്കാനും ആരാ എന്റെ? എനിക്ക് അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ കാണിച്ചു തരാത്തൊരമ്മയെ എനിക്ക് വേണ്ട. നന്ദന ജോലിക്കായി പുറപ്പെടുന്നു. കുത്തുവാക്കുകൾ പറയുന്ന പ്രതാപവർമ്മ. ബുദ്ധിയോധനെന്ന് പറഞ്ഞ് ഇവളെ മനഃപൂർവ്വം പ്രദർശനത്തിന് ഇറക്കിയിരിക്കുക സേതുലക്ഷ്മി. ഇതിലും ഭേദം എന്റെ ഭാര്യയ്ക്ക് ഒരു മകളുണ്ടെന്ന് നേരിട്ടങ്ങ് വിളംബരം ചെയ്ത പോരെ. നന്ദനയെ അപായപ്പെടുത്താനുള്ള ശ്രമവുമായി പ്രതാപവർമ്മ. ഇതാണ് പാർട്ടി. പനക്കൽ വീട്ടിലെത്തുന്ന കോടതി ഉദ്യോഗസ്ഥരും പോലീസും. ഉറച്ച തീരുമാനവുമായി ശേഖരന്റെ വീട്ടിലെത്തുന്ന സുമിത്രയും മക്കളും. ഇനി തുടർന്ന് കാണുക. ജപ്തി നടക്കൂന്ന് ഉറപ്പായി. പോലീസുകാർ വന്ന് പിടിച്ചെടുക്കുന്നതിന് മുമ്പ് സ്വയം ഇറങ്ങാന്ന് വിചാരിച്ചു. നിങ്ങൾ ഈ ബാഗിലെടുത്ത് മുറിയിലേക്ക് വെച്ചേ. അല്ല സുമിത്രേ, നീ വീടടച്ചിട്ട് പിള്ളേരെ കൊണ്ടിങ്ങ് പോന്നോ? അപ്പോ ആടും പശുവൊക്കെയോ? അവറ്റയുടെ കാര്യം എങ്ങനെയാ? അവിടെ കിടപ്പുണ്ട്. ഒന്നിനെ ഇന്ന് ഞാൻ തൊഴുത്തിന്ന് ഇറക്കിയിട്ടില്ല. അവിടെ കിടന്ന് ചാവുന്നെങ്കിൽ ചാവട്ടെ. എന്താ സുമിത്ര ഇത്? നീ ഇങ്ങനെ പറഞ്ഞാലോ? ആ മിണ്ടാപ്രാണികൾ എന്ത് ചെയ്തു? ഞാൻ അതൊന്നും ആലോചിക്കുന്നില്ല. ശേഖരേട്ടന് വേണമെങ്കിൽ ചെന്ന് പുല്ലോ വെള്ളം എന്താന്ന് വെച്ചാൽ കൊടുത്തോ. എനിക്കിനി ഒന്നിനെ വളർത്തണ്ട. ഒരു സമ്പാദ്യവും വേണ്ട. മണ്ടത്രവാ നീ കാണിക്കുന്നത്. ഒരു കോടതി നോട്ടീസ് കണ്ടെന്ന് കരുതി ആരെങ്കിലും വീടും പൂട്ടി ഇറങ്ങോ? ഇപ്പൊ കോടതി നോട്ടീസ്, നാളെ ജപ്തി. അത് നടക്കില്ലെന്ന് ശേഖരേട്ടന് പറയാൻ പറ്റുമോ? ഞങ്ങൾക്ക് പോകാൻ വേറെ സ്ഥലമില്ല. ആട്ടിയിറക്കില്ല എന്നുള്ള വിശ്വാസം കൊണ്ടാ ഇങ്ങോട്ട് വന്നത്. ബുദ്ധിമുട്ടായെങ്കിൽ ഞാൻ പിള്ളേരെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം. ചിറ്റേ, ഗതി കെട്ടുപോയി മോളെ. ചിറ്റ ഗതി കെട്ടുപോയി. മുത്തശ്ശി, ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങുവാണേ. ബസ്സിന് സമയായ മോളെ. ഇപ്പൊ ഇറങ്ങിയ ബസ് കിട്ടും. ഇവിടുത്തെ വണ്ടിയിൽ പോകാൻ പറഞ്ഞാൽ മടി. ഓട്ടോറിക്ഷയിൽ പോകാൻ പറഞ്ഞാൽ അതും കേൾക്കില്ല. സ്കൂട്ടർ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞാൽ അതും വേണ്ട. ഞാൻ ജോലി ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ട് വാങ്ങാറാവുമ്പോ മതി അതൊക്കെ. അന്നേരം തികയാത്ത പൈസ മുത്തശ്ശി തന്നാ മതി. ഓ, ഒരഭിമാനിക്കാരി. ഞാൻ ഇറങ്ങട്ടെ.
ഛേ. ഹലോ വർമ്മജി, മഹേഷാണ്. മഹേഷേ, 25,000 രൂപ അഡ്വാൻസ് മേടിച്ച് പോയിട്ട് ഇതുവരെ കോണ്ടാക്ട് പോലും ചെയ്തില്ലല്ലോ. സമയമാകുമ്പോ അങ്ങോട്ട് വിളിക്കും. ആയിക്കോട്ടെ. 25,000 രൂപ കൈപ്പറ്റി ഞാൻ ഡീൽ ഏറ്റെടുത്തു. ഓക്കെ ഓക്കെ. ഞാന് ഫോട്ടോ സെൻഡ് ചെയ്തിട്ടുണ്ട്, കിട്ടിയോ? അപ്പോഴേ മഹേഷേ, ഇന്നവളെ ജോലിക്കെന്നും പറഞ്ഞ് പോയിട്ടുണ്ട്. ഓഫീസ് മറ്റും എവിടെയാണെന്ന് തനിക്കറിയാലോ. ഒരു റെഡ് കളറുള്ള ചൂടിദാറായിട്ടിരിക്കുന്നത്. ഇന്ന് തന്നെ ഓപ്പറേഷൻ നടക്കണം. ഇന്നോ? തട്ടിക്കളയാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. കയ്യും കാലും ഒടിക്കണം. വീട്ടിൽ നിന്ന് പിന്നെ അവള് പുറത്തിറങ്ങാൻ പാടില്ല. അതിനുള്ള പണി ചെയ്യണം. അപ്പോ ഇന്ന് തന്നെ. ബാക്കി കാശേ എന്റെ പോക്കറ്റിലിരിക്കുക. ഓക്കെ. നീ എന്താ സുധി പറയുന്നത്? ഇനിയും പച്ചക്കറി വാങ്ങിക്കാനോ? എടി മിനിങ്ങാന്നല്ലേ 250 രൂപയുടെ പച്ചക്കറി ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എന്താ ഈ വീട്ടിൽ സദ്യ നടക്കാണോ? ഒന്ന് പതുക്കെ പറ രഘുവേട്ടാ. ചെലവ് ചുരുക്കില്ലെങ്കിലേ കാര്യം നടക്കില്ലട്ടോ സുധേ. ഞാൻ പറഞ്ഞേക്കാം. എല്ലാത്തിനും എന്റെ പോക്കറ്റിൽ നിന്ന് വേണം കാശ് ഇറക്കാൻ. നോട്ടടിക്കുന്ന യന്ത്രമൊന്നും എന്റെ കയ്യിലില്ല. എന്താ നമ്മള് രഘുവറിന് ചായ കൊടുത്തില്ലേ? ഞാൻ ചെല്ലുമ്പോഴേക്കും രഘുവേട്ട സ്കൂട്ടർ എടുത്ത് പോയി കഴിഞ്ഞു. ഇന്ന് ദേഷ്യത്തിലാണല്ലോ രഘുവരൻ. അല്ല, നിങ്ങളെന്നാ സുമിത്ര പനക്കിലേക്ക് തിരിച്ചു പോകുന്നത്? രഘുവരൻ ചോദിക്കുന്നതേ ഇതെന്താ പുതിയ സമരമുറയാണോന്ന്. നിങ്ങളിങ്ങനെ വീട്ടിൽ കയറി താമസിക്കുന്നതേ. അല്ല, എപ്പോ പോവാനാ പ്ലാൻ? രഘുവരൻ അങ്ങനെ ചോദിച്ചോ? പിന്നെ തരാനുള്ള പൈസ കിട്ടാത്തോണ്ടാ ഞങ്ങൾ പോവാത്തെന്ന് ശേഖരേട്ടൻ പറഞ്ഞില്ലേ? ആ കാശ് കിട്ടിയ ആ നിമിഷം ഞങ്ങൾ പൊയ്ക്കോളാം. സുമിത്ര ഇങ്ങനെ വാശി പിടിച്ച് ഇവിടെ നിന്നാ നിന്റെ ആടും പശുവും കൂടിയൊക്കെ എന്താവും? വെള്ളം പോലും കിട്ടാതെ ചത്തുപോയില്ലേ? ആ മിണ്ടാപ്രാണികൾ എന്ത് തെറ്റ് ചെയ്തു? എന്റെയും പിള്ളേരുടെയും കാര്യം കഴിഞ്ഞേ ഉള്ളൂ മിണ്ടാപ്രാണികള്. സംഗതി കളിയായിട്ടാണെങ്കിലും രഘുവരൻ ഇന്നലെ സുധിയോട് ഒരു കാര്യം പറഞ്ഞു കേട്ടോ. പെണ്ണത് കേട്ട് വിഷമിച്ചു പോയി. എന്താ രഘുവരൻ പറഞ്ഞത്? വീട്ടിൽ അതിക്രമിച്ച് കയറി താമസിച്ചാൽ പോലീസിൽ പരാതിപ്പെടുക വേണ്ടതെന്ന്. ഞാൻ കേട്ടിരുന്നെങ്കിലേ അതിന് എനിക്കൊരു മറുപടി ഉണ്ടായിരുന്നു. പരാതി കൊടുക്കട്ടെ, പോലീസുകാർ വരട്ടെ. എനിക്കും പറയാനുണ്ട്. രൂപ 5 ലക്ഷം തന്നതിന്റെ തെളിവുണ്ട് എന്റെ കയ്യില്. അതൊന്ന് ഒത്തുതീർപ്പാക്ക്, എന്നിട്ട് ഇറങ്ങാം ഇവിടുന്ന്. അല്ല, രഘുവരൻ ആവേശത്തിന് എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് സുമിത്ര ഇത് കാര്യാക്കണ്ട. പെട്ടെന്നുണ്ടായ ആവേശമൊന്നുമല്ല, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാവരെയും. ശേഖരേട്ടനെ എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ അത് തുറന്നാവാം. എന്തിനാ വെറുതെ രഘുവരന്റെ പേര് വലിച്ചഴിക്കുന്നത്? പിന്നെ സമരം ചെയ്യാന്ന് തോന്നുന്നുണ്ടെങ്കിലേ അത് ഗതി കെട്ടിട്ടാ. അത് ഓർത്താ മതി. ഞാനിന്ന് ശകലം നേരത്തെ ഇറങ്ങുവാണേ. പെർമിഷൻ വാങ്ങിയിട്ടുണ്ട്. എന്തുപറ്റി? വീടിനടുത്തൂടെയുള്ള ബസ് വൈകിട്ടുണ്ടാവില്ല. റോഡിൽ എന്തോ പൈപ്പിന്റെ പണി. 2 സ്റ്റോപ്പ് ഇപ്പുറത്ത് ഇറങ്ങി നടക്കണം. ശരി, എന്നാ ഞാൻ പോവാണേ.
ഇന്ന് നേരത്തെയാണോ മോളെ? കുറച്ചു നേരത്തെ. ശരി മോളെ. അവൾ ഇവിടുന്ന് ഇറങ്ങി. അവള് ബസ് കയറിയിട്ടുണ്ട്. വർമ്മജി, എന്തായി? ആള് ബസ് കയറിയിട്ടുണ്ട്. ഞാൻ ഫോളോ ചെയ്യാം. പിന്നെ ഒരു കുഞ്ഞിന്റെ കണ്ണിപ്പെടാതെ വേണം കാര്യം നടക്കാൻ. അതിന്റെ റിസ്ക് മുഴുവൻ നിനക്കാട്ടോ. വർമ്മജി ധൈര്യമായിട്ടിരിക്കേ. ഞാനിത് ആദ്യമായിട്ടല്ല. ഓക്കെ.
കയ്യെന്ന് പോയതാന്ന് തോന്നുന്നു. ആണല്ലോ. അതാരാ മഹേഷ് ഭായ്? അതെന്റെ ചിറ്റേ. മോളെ മുൻപ് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇവിടെ എവിടത്തെയാ? പാലത്തിനപ്പുറത്താ വീട്. പാലത്തിനപ്പുറത്ത് വീട്ടുപേര് പറഞ്ഞാ അറിയും. ഉദിയന്നൂര്. ഉദിയന്നൂർ കോവിലത്തെ ആരുടെ മോളാ? അച്ഛന്റെയോ അമ്മയുടെയോ പേര് പറയൂ. എന്റെ മുത്തശ്ശിയാ ഭാഗീരഥി തമ്പുരാട്ടി. മോളുടെ പേരെന്താ? നന്ദന. നന്ദന ശിവരാമൻ ചേട്ടന്റെ മോളല്ലേ? എന്നെ മനസ്സിലായോ? ഇല്ല. ഞാനാ മോളെ കാണാൻ ഒരു ദിവസം കോവിലകത്ത് വന്നത്. ശിവരാമേട്ടന്റെ പെങ്ങളാ ഞാൻ, നിന്റെ അപ്പച്ചി. ഇങ്ങനെയെങ്കിലും ഒന്ന് കണ്ടല്ലോ. ദേ, ഇവിടുന്ന് ശകലം പോയാ മതി എന്റെ വീട്ടിലേക്ക്. അതിന്റെ തൊട്ടടുത്ത നമ്മുടെ കുടുംബം, അതായത് നിന്റെ അച്ഛന്റെ കുടുംബം. ഒരു ദിവസം മോള് വരണം. അതോ ഇപ്പൊ വരുന്നോ? ഇല്ല. എന്നാലും ഒന്ന് കാണാൻ ഭാഗ്യമുണ്ടായില്ലോ എനിക്ക്. അന്ന് ഞാൻ കോവിലകത്ത് വന്നപ്പോ കാണാൻ സമ്മതിക്കില്ലെന്ന് അവിടെയുള്ളവർ പറഞ്ഞു. എന്നിട്ടൊരു കള്ളോ എന്നെ കാണണ്ടാന്ന് നന്ദന് പറഞ്ഞു എന്ന്. ആ കാര്യസ്ഥൻ പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി അത് കള്ളാണെന്ന്. അല്ല, ഞാനങ്ങനെ പറഞ്ഞതാണ്. മോളെന്തോ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞങ്ങളാരും ശിവരാമേട്ടനെ ഒരു തരത്തിലും ദ്രോഹിച്ചിട്ടില്ല, സഹായിച്ചിട്ടുമില്ല. അതുകൊണ്ടൊന്നും അല്ല. എനിക്കെന്നും അച്ഛൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അച്ഛൻ മരിച്ചപ്പോഴും ആരും അന്വേഷിച്ചു വന്നില്ല. ഇനിയായാലും അങ്ങനെ മതി. എന്താ ഭായ് സംഭവം? മോള് പറഞ്ഞത് കുട്ടിയുടെ ന്യായം. നന്ദനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. എന്നെങ്കിലും മോളുടെ ഇപ്പോഴത്തെ അഭിപ്രായം മാറും. അന്നേരം വീട്ടിൽ വരണം. നേരമാക്കി, ഞാൻ പോവാ. മോളെ, ഒന്നുമില്ല, പോയിക്കോളൂ. ഹലോ. നീ എന്താ വിളിക്കാത്തെ? കാര്യം എന്താ പറ. ആളിവിടെ പള്ളിമുക്ക് സ്റ്റോപ്പിൽ ഇറങ്ങി. അങ്ങോട്ടുള്ള റോട്ടിൽ എന്താ ബ്ലോക്ക്? ഓ, ബസ് ഇറങ്ങി നടന്നു വരിക. ഞാൻ പിന്നാലെ ഉണ്ട്. കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായില്ലേ? ഇനി എന്തിനാ നിങ്ങൾ വെയിറ്റ് ചെയ്യണത്? റോഡിൽ ആളൊഴിയുണ്ട് എന്റെ വർമാജി. കാര്യങ്ങളെ ഒരു തരത്തിലും പാളിപ്പോരുത്. അറിയാം, ഞാൻ കൈകാര്യം ചെയ്തോളാം. വർമാജി ഒന്ന് അടങ്ങ്. ജയിച്ചിട്ടെങ്ങോടെ? പയറ്റുവിളയിലെ വല്യമ്മാവിന് സുഖല്യാന്ന്. ഒന്ന് പോയി കണ്ടിട്ട് വരാം. ആ പോയ പെൺകുട്ടിയോട് ജയിച്ചിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. ആരാത്? നമ്മുടെ ബന്ധുവാ മഹേഷ കുട്ടി. ബന്ധുവോ? വെറും ബന്ധുവൊന്നുമല്ല, കുടുംബത്തിലെ ഏറ്റവും അടുത്ത ആളാ. മരിച്ചുപോയ ശിവരാമൻ ചേട്ടനില്ലേ, നിന്റെ അമ്മാവൻ, ആ ചേട്ടന്റെ മോളാ നന്ദന. നീ അവളെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ? ഇല്ല. ഉദയന്നൂർ കോവിലകവുമായിട്ടുള്ള പഴയ ബന്ധത്തിന്റെ കാര്യം നിനക്കറിയില്ലേ? ഈ കുട്ടിയാ ആള്.
കോവിലകത്തെ വിദ്യാഭാരതിയുടെ മോള്, അതായത് നിന്റെ അമ്മാവിന്റെ മോള്. എന്നാ ഞാൻ ചെല്ലട്ടെ മഹേഷേ. ശരി ചിറ്റേ. ഇയാളൊരു ശല്യായല്ലോ. ഹലോ, സംഭവം നടന്നു? ഇല്ല, നടത്താൻ പോകുന്നേ ഉള്ളൂ. എന്താ പിന്നെ താമസം? ഞാൻ അവളുടെ പിന്നാലുണ്ട് വർമാജി. അവൾക്ക് അകമ്പടി സേവിക്കാനാണോ ഞാൻ 25,000 രൂപ എണ്ണി തന്നത്? എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. വർമാജി ഫോൺ വെക്കാം. ഹലോ